നമ്മൾ ഗോവയിൽ വന്നിട്ട് ഒത്തിരി ബീച്ചുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സംഭവമാണ്. ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ കുഞ്ഞു പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ നമ്മൾ മനോഹാരിത കണ്ടതിന് ശേഷം, അതിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം എന്താണ് ആ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാം. നമ്മുടെ തോപ്പുംപടി പാലത്ത് കാണുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു സാധാരണ ബ്രിഡ്ജാണത് അല്ലേ. ഫിഷിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ട്. കണ്ട ബോട്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടാണ് അതൊക്കെ. ചിലത് നന്നാക്കിയെടുക്കാം ബോട്ടുകളൊക്കെ രസമുള്ള ബോട്ടുകളാണ്. അങ്ങനെ ഒരു ചെറിയ കാഴ്ച വരുന്നുണ്ട്. നമുക്ക് ഒരു വിരുന്ന് വരുന്നുണ്ട്. അടിപൊളി അടിപൊളി. അതൊരു തുരുത്താണ്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ കാണുന്ന ഒരു തുരുത്ത്, ഭംഗിയുള്ളൊരു തുരുത്ത് അല്ലേ. നമുക്ക് എൻ്റെ ഒരു വൈഡ് വ്യൂ ഒന്ന് ആസ്വദിക്കാം. എങ്ങനെയുണ്ട് വൈഡ്? എങ്ങനെയുണ്ട്? ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ഇവിടുത്തെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാനിങ്ങനെ തിരിച്ച് വരുമ്പോൾ നൈറ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ് വന്നത്. കാരണം എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിനെ കുറച്ച് സെൻറ്ററിൽ ചെല്ലാം, അപ്പോഴാണ് അതിൻ്റെ അടുത്ത ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ നടുവിലേക്ക് കയറാം ബ്രിഡ്ജിൻ്റെ. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഏതോ ഓടിച്ചിട്ട് കറുത്ത് കഴിച്ച് കാണിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. നൈസല്ലേ? നല്ല കിടിലം ബ്യൂട്ടിയല്ലേ നോക്കി. അവിടെ ഒരു കടത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു ചെറിയ കടവൊക്കെ ഉണ്ട്. നമ്മുടെ ഒരു നാട്ടുമ്പുറത്തെ കാഴ്ചകൾ പോലെ തന്നെ ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ ആരംബോളിൽ നിന്നും കേര ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഈ ബ്രിഡ്ജുള്ളത്. ഈ വീഡിയോൻ്റെ അവസാനം ഈ ബ്രിഡ്ജിനെ കുറിച്ചുള്ള ഒരു അടിപൊളി ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാൻ വീഡിയോയിൽ അവസാനം പറയാം, ഏതെങ്കിലും പറയാം. ഈ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തുനിന്നൊരു കാഴ്ച കാണിച്ചേ. നമ്മളിങ്ങനെ വന്ന് ചുറ്റും മലയാണ്, കാടാണ്. കാടെന്ന് പറഞ്ഞാൽ പോരാ, കൊടുങ്കാടാണ്. നല്ല മനോഹരമായ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടേ, എങ്ങനെയുണ്ട്? ഞാൻ നേരിട്ട് കാണുമ്പോൾ ആസ്വദിക്കുന്ന ആ ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുറേ എടുത്തെടുത്ത് കാണിക്കുന്നത്. നൈസ് വ്യൂ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വൈഡ് കാണാം. നല്ല ഭംഗിയുള്ളൊരു വൈഡ്. നൈസല്ലേ? എങ്ങനെയുണ്ട്? അവിടെ ഒരു കടത്തോ എന്തൊക്കെയുണ്ട്, അവിടെ ആൾക്കാർ ഇരിക്കാനൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട്. വെള്ളം ചിലപ്പോൾ നിറയുമ്പോൾ ബോട്ട് ഇടാനൊക്കെ ആയിരിക്കും ആ ഒരു ഇത് അവിടെ കെട്ടിവെച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും ഗംഭീര വ്യൂ ആണ്. ഗംഭീര വ്യൂ എന്ന് പറഞ്ഞാൽ ഗംഭീര. അതൊരു ജങ്കാറിൻ്റെ കടത്ത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളമില്ല, വെള്ളമുള്ള സമയത്താണ് ഇതിൻ്റെ മറ്റൊരു ഫീല് കാണാൻ പറ്റുക.
എന്തോ റെസ്റ്റോറൻ്റ് ഒന്നുമാണ്, റെസ്റ്റോറൻ്റ് ഒന്നുമാണ് ഇടയിൽ ലൈറ്റ് തെളിഞ്ഞിറങ്ങുന്നത്. റിസോർട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, ഗോവൻ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. ലൈറ്റ്സ് ഒക്കെ നൈസ് അല്ലേ? അപ്പോൾ അവിടെ ലൈറ്റ് വീണപ്പോൾ ഭംഗി മാറിയില്ലേ? വേണ്ട. ഇരുളും തോറും ഒരു ഭീകരതയൊക്കെ ഉണ്ടല്ലേ ഇവിടെ, അല്ലേ? നമുക്ക് ഈ റോട്ടിൽ കൂടെ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം. അവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ടോ? അത് ചില സമയങ്ങളിൽ അത് അടച്ചിടും. അതിന് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ് 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു ബ്രിഡ്ജാണ്. അതായത് ഗോവയുടെയും മഹാരാഷ്ട്രയുടെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണത്. അതായത് മഹാരാഷ്ട്രയിൽ കള്ളിന് വില കൂടുതലാണ്, ഗോവയിൽ കള്ളിന് വില കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പാലം കഴിഞ്ഞ് വരുന്ന ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികൾക്കൊക്കെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. എല്ലാ വണ്ടികളും നോക്കി നിർത്തി അന്വേഷിച്ച് ഡീറ്റെയിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരതിൽ കടത്തി വിടുള്ളൂ. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ആ ബ്രിഡ്ജ് എന്നുള്ളത്. 2 സംസ്ഥാനത്തിന് അതായത് ഗോവൻ സംസ്ഥാനത്തിൻ്റെ അവസാനവും നമ്മുടെ മഹാരാഷ്ട്രയുടെ ആദ്യവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നൈസല്ലേ? ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ സാധാരണ ക്ലൈമറ്റ് കാണുന്ന പോലെയല്ല, ഇവിടെ ചെറിയ തണുപ്പുള്ള സ്ഥലമാണ്. ഗോവയിലൊരു മലയുടെ മുകളിലാണ് ഈ പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനിയും ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ നിർത്തിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. രാത്രി സമയമായി, പക്ഷേ നമ്മൾ നോക്കട്ടെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റിയാൽ നമ്മൾ എടുത്തിട്ട് പോകും. എനിവേ, അപ്പോൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.